കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഫണ്ട് വെക്കാൻ കാണിക്കാൻ പറയും. സെക്യൂരിറ്റി 6 മാസത്തെ സെക്യൂരിറ്റി ഫണ്ട് കാണിക്കാൻ പറയും. 6 മാസം നിങ്ങൾ 6 മാസത്തെ സ്വന്തം അക്കൗണ്ടിൽ പണമുള്ളത് കാണിക്കാൻ പറയും. അപ്പോൾ സ്വന്തം അക്കൗണ്ടിൽ പണമില്ല, പണമില്ലാത്തതിന് അപ്പോൾ പറയും നിങ്ങൾ അതിന് പകരം ലോൺ എടുക്കാൻ പറയും. പക്ഷേ ലിഷയ്ക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ആങ്ങളൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്. ആങ്ങള ഓസ്ട്രേലിയയിലാണ്, വീടും പറമ്പും അവന് വേണ്ടി പണയം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബാങ്കുകാർ പറയും നിങ്ങൾ കടപ്പെടുത്തിയിരിക്കുകയാണ്, ആങ്ങളയ്ക്ക് വേണ്ടി കടപ്പെടുത്തിയാണ്, ആ കടങ്ങൾ നിൽക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെന്ന് പറയും. പിന്നെ വേറെ ഏജൻറ്റുമാർ പറയും അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞ് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകും. എന്തിനാണ് കാര്യം? അവർക്കറിയാം ഈ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കിഡ്നി വിറ്റെങ്കിലും പോകുമെന്നറിയാം. അതുകൊണ്ട് ഏജൻറ്റുമാരല്ല പിന്നെയും കാശ് വെക്കയുടെ കാര്യം പറയുമ്പോൾ ഏജൻറ്റുമാർ വരെ കാശ് കൊടുക്കാൻ സമയമായി, അതിൻ്റെ അത് അക്കൗണ്ടിൽ പൈസ കാണിക്കണമെന്ന് പറയുമ്പോൾ രക്ഷാപുരം പൈസ ഒന്നും ഇല്ലെന്ന് പറയും. അപ്പം അങ്ങനെ പോകും. അങ്ങനെയാണ് 3 എണ്ണം പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അവൾ പറഞ്ഞ് ഞാൻ ഇന്ത്യയിൽ തന്നെ നിന്നോളാം, ഉടമ്പടി എടുത്തിട്ട് പറയും ഞാൻ ഇന്ത്യയിൽ തന്നെ എനിക്ക് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു തന്നാൽ മതിയെന്ന് പറയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ കാരണം അവൾ ബൈബിൾ എടുത്തപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. നമ്മൾ ബൈബിൾ എടുത്താലും അതിൻ്റെ അത് ഈശോ സ്റ്റാറ്റസ് പറയും. സ്റ്റാറ്റസ് എന്താ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ അവൾ സങ്കടപ്പെട്ടു. 3 പ്രാവശ്യം ഇങ്ങനെ ഫ്ലോപ്പായില്ലേ ആസ്ട്രേലിയ 3 പ്രാവശ്യം ഫ്ലോപ്പായി. ഇനി എന്താ ജീവിതമെന്ന് അറിയാൻ പാടില്ലാതെ കർത്താവ് എന്താണ് എന്നെക്കുറിച്ചുള്ള നിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് വിശ്വപ്രമാണം ചെയ്തിരിക്കുന്നത് ഓപ്പൺ ചെയ്തപ്പോൾ പറഞ്ഞു നീ ഓടണ്ട, ചാടുകയും വേണ്ട, വെയിറ്റ് ചെയ്യാൻ പറയും. നീ തിരക്ക് ഈ ഓടുന്ന വണ്ടിയിടത്ത് കിടന്ന് ഓടുകയാണ് നീ. ഓരോ ഏജൻറ്റുമാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ഓടണ്ട. അത് അപ്പോൾ അത് മാതാവ് ഈശോ അവളോട് സംസാരിച്ചു. അത് സംസാരിച്ചപ്പോൾ അവൾക്ക് ആന്തരിക അഭിഷേകം കിട്ടി. അപ്പോൾ ആ ഭയമെല്ലാം മാറി. എനിക്ക് ജീവിതമില്ല, ഇനി ഞാൻ തീർന്നല്ല. അപ്പം ചേട്ടായി പഠിക്കാൻ പോയത് കാരണമാണ് എനിക്ക് പിന്നെ പൈസ കൊടുക്കാൻ പറ്റാവുന്നത്, ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞ് അവൾ ഇരിക്കുന്ന സമയത്ത് കർത്താവ് അവളോട് സംസാരിച്ചു. എന്താണ്? അതാണ് ഈ ഉടമ്പടി കറക്റ്റാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ അരമണിക്കൂർ ബൈബിൾ വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, ഇനി എങ്ങോട്ട് പോകണം, ദൈവത്തെക്കുറിച്ച് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം പോലെ നീ ഉടമ്പടി സത്യസന്ധമാണെങ്കിൽ പറയും. അതായത് 52:12 നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, നിങ്ങൾ തിടുക്കം കൂട്ടണ്ട, വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനും ഉടമ്പടി വരുമ്പോൾ സത്യസന്ധമായ ഉടമ്പടിയാണെങ്കിൽ പ്രസൻസ് ഉണ്ടാവും. പ്രസൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ്? സാന്നിധ്യം. കമ്മ്യൂണിക്കേഷൻ എന്താണ്? സംഭാഷണം. അപ്പോൾ സാന്നിധ്യവും സംഭാഷണവും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതായത് നിങ്ങൾക്കറിയാമല്ലോ ഈ സാന്നിധ്യവും സംഭാഷണവും കിട്ടണതിൽ ഇവിടെ ആൾക്കാർ പറയുന്ന സാക്ഷി നോക്കിക്കഴിഞ്ഞാൽ ഒരു 50-60% പേരും ചെറുപ്പക്കാരാണ്, പ്രായമുള്ളവരല്ല, ചെറുപ്പക്കാരാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയുന്ന പ്രഭാഷണങ്ങൾ അവർ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് ഈ സാധനം അക്സെപ്റ്റ് ചെയ്യും. കാര്യം ഇത് ഈ ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണല്ലോ, അത് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനമോ മറ്റു ധ്യാനങ്ങളെ പോലെയുള്ള സംഭവമല്ല. ഉടമ്പടിയിൽ അതിൻ്റെ കറക്റ്റ് ഫോർമുലയും ഫോർമാറ്റും ഉണ്ട്. അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ എന്താ പറയണത്? ഇപ്പോൾ ഈശോ എന്താ പറയണത്? നീ വിഷമിക്കണ്ട, നിന്നെക്കുറിച്ച് എനിക്ക് പദ്ധതിയുണ്ട്. നീ എൻ്റെതല്ലാത്ത പദ്ധതി കൊണ്ട് താഴിയത് കൊണ്ടാണ് നിനക്ക് 1 കൊല്ലം പോയത്. അതിൻ്റെ പേര് നീ സങ്കടപ്പെടണ്ട, പരിഭ്രമിക്കണ്ട, ഓരണ്ട, നിൽക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം. അത് കേട്ടുകൂടി അവർക്ക് സന്തോഷമായി. ദൈവവചനം നമ്മൾ കേട്ടാൽ നമ്മൾ ഓൺലൈൻ ഉടമ്പടിയിൽ ദൈവമായിട്ട് ഓൺലൈനാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും. അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങൾക്ക് അടുപ്പമില്ല, ദൈവമായിട്ട് അടുപ്പമില്ലാത്തവൻ ബൈബിൾ വായിക്കാൻ പോകാതിരിക്കണം നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, അതാണ് പ്രശ്നം. ദൈവയുടെ അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാവും. കാര്യം ബൈബിള് ദൈവസ്നേഹത്തിൻ്റെ പുസ്തകമാണ്, കമ്മ്യൂണിക്കേഷനുള്ള പുസ്തകമാണ്. ബൈബിൾ ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെന്ന് വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾക്ക് ദൈവസ്നേഹമുണ്ട്.
നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കബിൾ ആകും നിങ്ങൾ ദൈവമായിട്ട്. നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തൊട്ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സങ്കീർത്തനം 32:8 സങ്കീർത്തനം 8-ാം തിരുവചനം. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞേ, ഞാൻ നിന്നെ ഉപദേശിക്കാം, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഉപദേശം കൗൺസിലിംഗ്. ഗോഡ് ഈസ് വണ്ടർഫുൾ കൗൺസിലിംഗ്. ദൈവം എപ്പോഴും നമ്മളെ വഴികളിൽ വചനത്തിലൂടെ, ദർശനത്തിലൂടെ, സ്വപ്നത്തിലൂടെ എല്ലാം നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ഏറ്റവും ടോപ്പ് ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. ആൾക്കാരെ ദൈവം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും, നടക്കേണ്ട വഴി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവൾ പറയും, ഈശോ എൻ്റെ മനസ്സിലൊരു വഴിയും കാണുന്നില്ല എന്ന് പറയും. ഉടനെ ഇവിടെ അപ്പ പറയും, എടി ഞാനും അമ്മയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിന്നെ അമേരിക്ക വിടാം. അമേരിക്കനാ? ആസ്ട്രേലിയ പോകാൻ പാടുള്ളത് ഞാനാണ്, അമേരിക്ക പോകാൻ പാടുള്ളത്, നിങ്ങൾ എന്നാ പറയണമെന്ന് ചോദിച്ചു. അല്ല, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നണം, നിന്നെ അമേരിക്ക പഠിക്കാൻ വിടാമെന്ന് വിചാരിക്കും. അപ്പനും അമ്മ ഇവൾക്ക് കോൺഫിഡൻസ് ഇല്ല. അപ്പം ദൈവം ഇപ്പം എന്ത് ബാറ്റൺ അപ്പൻ്റെ അമ്മയെ കൈ കൊടുത്തിരിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരണ മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്താനും ഉയർത്താനും ഉള്ള കഴിവ് തന്നിട്ടുണ്ട് ദൈവം. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വെച്ചാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. മക്കൾ ഉണ്ടാകണതും നല്ലതാണ്, മക്കളില്ലാത്തതും നല്ലതാണ്. മക്കളില്ലാത്തതെങ്കിൽ അതിൻ്റെ സങ്കടം വെച്ചുകൊണ്ട് ദൈവഹിതമായിട്ട് അക്സെപ്റ്റ് ചെയ്ത് പോകുമ്പോഴും നിങ്ങൾക്ക് നിത്യതയിൽ അത് കൃപയായിട്ട് മാറും. മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ വളർത്തിക്കൊണ്ടും നിങ്ങൾ വിശുദ്ധി പ്രാപിക്കുക. എൻ്റെ മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ആർ യു ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ നോട്ട്? ദൈവം അത്രയും നോക്കത്തുള്ളൂ. നിങ്ങൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ? നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ ഈ ലോകത്തിൻ്റെ പല ആൾക്കാർക്ക് ഉള്ള പല സംഭവങ്ങളും നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവപൈതലെന്ന രീതിയിലുള്ള നിങ്ങളുടെ ആന്തരിക സന്തോഷത്തെ ആരും എടുത്ത് കളയത്തില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, അന്നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങൾ ഇന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 16:22. അതുപോലെ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. ഈശോയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് എടുത്തു കളയാത്ത സന്തോഷം. എടുത്തു കളയാത്ത സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റുന്ന സന്തോഷം ആന്തരികമായ സന്തോഷമാണ്. ഈ സന്തോഷമാണ് നമ്മൾ നേരത്തെ കണ്ടത്. മത്തായിയുടെ സുവിശേഷം നമ്മൾ കണ്ടില്ലേ, 13:44. അതും ഇപ്പം യോഹന്നാൻ 16:22 ലിങ്ക് ചെയ്യേണ്ടതാണ്. എടുത്തു കളയാനാവാത്ത സന്തോഷം എന്നുവെച്ചാൽ എടുത്തു കളയാച്ചാൽ മരണത്തിനോ ജീവനോ അതുപോലെ തന്നെ ഈ ലോകത്തുള്ള അവസ്ഥകൾക്കോ രോഗങ്ങൾക്കോ പീഡനങ്ങൾക്കോ എടുത്തു കളയാൻ പറ്റുന്ന സന്തോഷമാണ് ആന്തരിക സന്തോഷം ഈശോ നൽകണത്. അപ്പോൾ നിങ്ങളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഈ അഭിഷേക സന്തോഷത്തിന് വേണ്ടി എപ്പോഴും ഒരു ആധ്യാത്മികതയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആന്തരിക അഭിഷേക സന്തോഷം. അതിനാണ് ഈ ഇഷ്യൂസൊക്കെ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ദൈവം തരാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. നമ്മൾ ചോദിക്കണത് ഭൗതികമായ വിഷയമായിരിക്കാം, പക്ഷേ ഈ ഭൗതികമായ വിഷയം എത്തിച്ചേരണതിനുള്ളിൽ ദൈവം നിങ്ങളെ ആന്തരികമായ സന്തോഷത്തിൽ ഉറപ്പിച്ച് നിർത്തും. അങ്ങനെയാണ് മനുഷ്യാത്മാവ് കൃപയിൽ വളരണതും മഹത്വം പ്രാപിക്കണതും. നമ്മൾ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തെ സമീപിക്കത്തുള്ള ദൈവത്തിന് അറിയാം. ആ ഒരു ലൂപ്പുകൾ ഉപയോഗിച്ച് പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം നിത്യജീവിതത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ കൃപയിൽ ഒരുക്കണത്. കൈയടിച്ച് കർത്താവേ ഇപ്പം നീ ഓടണ്ട, ധൃതിക്ക് ഓടണ്ട.
നീ വ്യഗ്രത കാണിക്കേണ്ടതെന്ന് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഇവൾ ഓക്കെ ആയി. അപ്പോൾ ഓക്കെ ആയപ്പോൾ കർത്താവിനോട് പറഞ്ഞത്, എനിക്ക് നാട്ടിലെവിടെയെങ്കിലും ജോലി കിട്ടിയാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ വിദേശത്ത് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ ആന്തരികമായിട്ട് അവൾ കണ്ടൻറ്റഡായി ശരിക്കും. പക്ഷെ കണ്ടൻറ്റഡ് ആയെങ്കിലും കർത്താവ് അവൾക്കതിനേക്കാൾ വലിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ ആശ്ചര്യം എല്ലാം പോയി കളഞ്ഞത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉന്നതയും ഉയർച്ചയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അല്ല നമ്മുടെ തകർച്ചയല്ല. അപ്പോൾ അവൾ പിന്നെ അപ്പനിലൂടെയാണത് വർക്കൗട്ട് ചെയ്ത് പറഞ്ഞത്. അപ്പം പറയും, മോളെ ഞാനും അമ്മയും കൂടി നിന്നെ അമേരിക്ക വിടാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് പാസ്സാവും. ആസ്ട്രേലിയയിൽ തന്നെ എനിക്ക് കുറിച്ച് പറഞ്ഞ വരുന്നു പരീക്ഷ, ഇത് അമേരിക്കൻ പരീക്ഷ എങ്ങനെ പാസ്സാകുന്നത്? ഇല്ല, അതൊക്കെ നമുക്ക് ഉടമ്പടി നീ എടുത്തിട്ടില്ലേ, ബാക്കി അമ്മ നോക്കട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അമേരിക്കൻ വിസ ട്രൈ ചെയ്ത്, അത് കിട്ടാൻ വലിയ പാടാണല്ലോ. പക്ഷെ അത് കിട്ടാൻ പാടായപ്പോൾ പാടാകുന്ന മനസ്സിലാക്കിയിട്ട് ഇവൾ അമ്മയോട് പറയും, മാതാവിനോട്, പരിശുദ്ധ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് അവിടെ ഇൻ്റർവ്യൂ ഒന്നും പറ്റത്തില്ല. എനിക്ക് ആസ്ട്രേലിയയിൽ തന്നെ പോയിട്ട് ഞാൻ ഭയങ്കര വെള്ളം കുടിച്ച്, അപ്പോൾ ഇവരുടെ ഈ അമേരിക്കൻസിൻ്റെ ഇൻ്റർവ്യൂ ടഫാണ്, അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല. പക്ഷേ ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ നീ ചെയ്തത്, നീ ഇൻ്റർവ്യൂവിനൊക്കെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വല്ലതും ചെയ്താൽ മാത്രമേ എനിക്കതിൻ്റെ അകത്ത് ഹോപ്പുള്ളെന്ന് പറയും. മാതാവിനോട് സംസാരിക്കുന്ന രീതി കണ്ടില്ല, എന്ത് രസമാണ് സംസാരിക്കണൊക്കെ. അതായത് ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ, ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നീ അവിടെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ വല്ല പരിപാടിയൊക്കെ നടന്നാൽ മാത്രമേ എനിക്കിതിനകത്ത് ഹോപ്പുള്ളെന്ന് പറയും. എന്നിട്ട് ഇവളും ഈ പ്ലേസ് ഫയൽ മാതാവിനെ ഏൽപ്പിക്കും. അമേരിക്കൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ വരണ സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് ഇനി സ്പീഡപ്പാണ്. ആസ്ട്രേലിയക്കുള്ള അത്രയും പ്രശ്നങ്ങൾ പോലും അമേരിക്കയ്ക്ക് ഇവർക്ക് വരുന്നില്ല. അത് ഫെദർ ടച്ച് പവർ സ്റ്റിയറിങ്ങിന് പോവുകയാണ്, ഇടിപെട്ട് പോക്കാണ് പോകുന്നത്. ഇവളുടെ കയ്യിൽ നിന്നും വിട്ടു പോയിക്കുകയാണ്, എല്ലാം സ്പീഡായിട്ട് അടക്കുകയാണ്. അതായത് ദൈവഹിതമാണ് ടകടാന്ന് ഈ സംഭവം നടക്കുകയും. അപ്പോൾ ഉടനെ അവസാനം ഇൻ്റർവ്യൂവിന് കോൾ ഫോറായി. എല്ലാവർക്കും ഹൈദരാബാദ് കിട്ടി, അവരൊക്കെ എല്ലാം വിസ നിഷേധിച്ച്. അപ്പോൾ ഇവർക്ക് കിട്ടിയ ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഹൈദരാബാദിലെ വിസ നിഷേധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഹൈദരാബാദിൽ കിട്ടുന്നില്ല, ഇനിയിപ്പോൾ ന്യൂഡൽഹി പണ്ടേ പോവുകയാണ്. അപ്പോഴാണ് ഇവിടെ പറയണത്, അമ്മേ ഞാൻ ന്യൂഡൽഹിയിലോട്ട് പോവുകയാണ്, അപ്പം അമ്മ അവിടെ വന്നാൽ മാത്രമേ ഇതിനകത്ത് എനിക്ക് ഹോപ്പുള്ളൂ. ഉടനെ ഇവിടെ ന്യൂഡൽഹി ചെല്ലും. വിസ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവിടെ മാതാവിനെ പോലെ ഒരു ചേച്ചി അവിടെ ഇരിക്കും. ഇവളെ കണ്ടപ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങി. ഇവളെ കണ്ടപ്പോൾ തന്നെ മദാമ്മയ്ക്ക് ഇഷ്ടമായി. മദാമ്മ എന്തിനും അപ്പനെക്കുറിച്ച് അമ്മയെക്കുറിച്ചും ഇവളുടെ ലൈഫിനെക്കുറിച്ചൊക്കെ ചുമ്മാ കാഷ്വലായിട്ട് ചുമ്മാ കളി വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറയും, യുവർ വിസ ഈസ് സാങ്ഷൻഡ് എന്ന് പറയും. ഞാനും ഈ വിസ ഇൻ്റർവ്യൂ പലയിടത്ത് പോയിട്ടുള്ളതാണ്. എന്ത് തലവേദന പിടിച്ച പരിപാടി ഏതാണെന്നറിയാമോ? ഒരു ദിവസം മുഴുവൻ പരിപാടിയാണത്. അപ്പോൾ ഇത് പെട്ടെന്ന്, അതായത് ദൈവം അപ്പോൾ അമ്മ തന്നെ അവിടെ വന്നു. അവൾ പറഞ്ഞത് ശരിയാണ്, കമ്മ്യൂണിക്കേഷൻ്റെ രീതി അതാണ്. അമ്മ തന്നെ ഓൺ ദി സ്പോട്ടിൽ വന്നിട്ട് ഒരു ചോദ്യം പോലും ചോദിക്കാൻ അനുവദിക്കാതെ ആ വിഷയം സെറ്റായി കൊടുക്കും. ഇതിന് ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയും. ഉടമ്പടിയിലുള്ളൊരു പ്രതിഭാസമാണ് ഭാരച്ചുരുക്കം. ഭയങ്കര ഭാരമാണ്, ഞാനിതെങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളെ ചുമ്മാ ഫെദർ ടച്ച് പവർ സ്റ്റിയറിംഗ് പോലെ തെർമോക്കോൾ വെയിറ്റിലേക്ക് സാകുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ആന്തരിക അഭിഷേകത്താലെ ഉടമ്പടി കൽപ്പിച്ചു നൽകുന്ന ഭാരച്ചുരുക്കത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തണമേ. ശ്രദ്ധിക്കട്ടെ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദം വരമാതാവേ. അതായത് നമ്മൾ ടൈം ഷോർട്ടനിങ് ഉണ്ട്, ഇതിനകത്ത് ടൈം ഷോർട്ടനിങ് ഉണ്ട്. പറയുന്നത് ആസ്ട്രേലിയ 3 കൊല്ലം 3 പ്രാവശ്യം ഇൻ്റർവ്യൂ ചെയ്യാവുന്ന കാര്യമാണ് അമേരിക്കയിൽ വിത്തിൻ നോ ടൈം പെട്ടെന്ന് സെറ്റാകണത്. അതാണ് ടൈം ഷോർട്ടനിങ്ങും. ഇനി ഇതിനകത്തൊരു നോട്ട് ബൈ മെറിറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഉടമ്പടിയിലെ ഒരു പ്രിൻസിപ്പിളാണ് നോട്ട് ബൈ മെറിറ്റ്. കാര്യം ഈ വിസേൻ്റെ സമയത്ത്
വീണ്ടും ബാങ്കുകാർ പറഞ്ഞു നിങ്ങൾ ഗ്യാരണ്ടർ വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ലോണിന് വേണ്ടി പറമ്പ് തരണമെന്ന് പറഞ്ഞു. ഇവിടെ പറമ്പുമില്ല. പഴയ അപ്പോൾ ഇവർക്ക് സങ്കടമായി. ഇപ്പോൾ പഴയ അവസ്ഥയായി. ഓസ്ട്രേലിയയിൽ ഇങ്ങനെയാണ് സംഭവം പോണത്. കാശ് വെക്കാൻ പറയുമ്പോൾ കാശ് ഉണ്ടാകത്തില്ല, പിന്നെ എന്ത് ചെയ്യും, പറമ്പും ഉണ്ടാകത്തില്ല, പിന്നെ ക്യാൻസലാവും. വീണ്ടും ആ വിഷയത്തിൽ ചെന്ന്. പക്ഷേ ഇത് മാതാവ് നേരിട്ട് ഫയൽ എടുത്തിരിക്കണതാണ്. അമ്മ ഇങ്ങനെ സമയമായില്ലെന്ന് പറഞ്ഞിട്ട് സമയമാക്കിയതുപോലെ പച്ചമഷിക്ക് ഒപ്പിട്ടിരിക്കുന്നതാണ്. ഈ സാധനം ഇങ്ങനെ ഗ്രീൻ ചാനലിലൂടെ പോകും. കാര്യം ഇവൾക്ക് വിസ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അങ്കിൾ പറയും, എടി ഇതൊന്നും പ്രശ്നമൊന്നുമില്ല, ഞാൻ ഗ്യാരണ്ടി ചെയ്യാം, അല്ലെങ്കിൽ പണി ചെയ്യും, ഞാൻ തന്നെ 5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, നീ അത് ബാങ്കിൽ വെച്ചിട്ട് പൈസ എടുക്കാൻ പറഞ്ഞു. അങ്കിള് ബാങ്കിൽ പൈസ എടുക്കാൻ വേണ്ടി 5 സെൻറ്റ് സ്ഥലം ഇവക്ക് വെറുതെ കൊടുക്കും. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു സംഭവം ഈ പണമില്ലാത്തത് കൊണ്ടാണ് ഇത്രയും നാളെല്ലാം തകർന്നത്. അതാണ് മെറിറ്റില്ല, അതുകൊണ്ട്. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ്, പിന്നെ ഉള്ളത് ബട്ട് ബൈ ഗ്രേസാണ്. ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായം ദൈവം, നമ്മൾ ചിന്തിക്കത്തില്ല, ആലോചിക്കത്തില്ല. എവിടുന്ന് സഹായം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈബിൾ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എൻ്റെ സഹായം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയെന്നും നിത്യം, ദൈവ കൃപയെന്നും നിത്യം, കൃപമതിയെന്നും യേശുവേ, നിൻ കൃപമതിയെന്നും യേശുവേ. കൃപയെന്നും നിത്യം, ദൈവ കൃപയെന്നും നിത്യം, കൃപമതിയെന്നും യേശുവേ, നിൻ കൃപമതിയെന്നും യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ അനുവിജയൻ്റെ കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ധ്യാനം രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. അനുവിജയൻ നമ്മുടെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നല്ലോ. അനുവിജയൻ്റെ ജീവിതത്തിൽ അവൾ പറയണത്, എനിക്ക് ഇനി കല്യാണം കഴിച്ചതാണ്, ഇനി മുന്നോട്ട് പോകാനുള്ള ഒരു വഴി ഞാൻ കാണുന്നില്ല, എനിക്ക് ആകപ്പാടെ ഉള്ളത് ഈ ലിസ്റ്റാണ്, PSCയുടെ ഈ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജീവിതമില്ല. പക്ഷേ എനിക്കത് വേണ്ടി പറയാനോ, ഇനി അത് കൈവിട്ടുപോയ പരീക്ഷയാണ്. അപ്പോൾ കൈവിട്ട് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റും കട്ട് ഓഫും വരുന്നതിന് മുമ്പാണ് ഇവൾ പറഞ്ഞത്, മാതാവിനോട് പറഞ്ഞ, അമ്മേ ഞാൻ പരീക്ഷ എഴുതിപ്പോയി, എനിക്ക് ആ പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ അറിയത്തില്ലായിരുന്നു. സത്യമായി ഉള്ളതുപോലെ അവൾ പറയും, പരീക്ഷ എഴുതിയ കാലത്ത് നിന്നെ എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കണത്. അതുകൊണ്ട് ഈ ഉടമ്പടി ഞാൻ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് എടുത്തതായിട്ട് നീ കണക്കാക്കണം. അതായത് ടൈം ഷോർട്ടിങ് എന്ന് പറയുന്ന സംഭവം, അതായത് ആൾക്കാർക്ക് ദൈവത്തോട് സംസാരിക്കുന്ന രീതി കണ്ടില്ലേ, എന്ത് അധികാരമായിട്ടാണ്, എന്ത് ദൈവസ്നേഹത്തോട് സംസാരിക്കുന്നത്. അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ ഞാൻ പെട്ടിരിക്കുകയാണ്. അതായത് എനിക്കറിയത്തില്ലായിരുന്നു നീ ഉള്ള കാര്യവും നീ ഉടമ്പടിയിലൂടെ എല്ലാവരും സഹായിക്കുന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ആക്കുമ്പോൾ ഞാൻ PSC പരീക്ഷ എഴുതിയത്. ഇപ്പം ഞാൻ ഉടമ്പടി എടുത്തു. അപ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? ഇനി ഈ ഉടമ്പടി ഞാൻ പണ്ടെടുത്തതായിട്ട് നീ കണക്കിലെടുക്കണം. ഈ ആൾക്കാർ സംസാരിക്കുന്ന രീതി കണ്ടില്ലേ, അമ്മ അതുപോലെ തന്നെ ഇവൾ പണ്ടെടുത്തതായിട്ട് കണക്കാക്കി. പിറ്റേ ദിവസം കട്ട് ഓഫ് മാർക്ക് വന്നു, 16 കട്ട് ഓഫ് മാർക്ക് വന്നു. കോട്ടയം ജില്ലയിൽ ആദ്യമായിട്ട് ജന്മത്തിൽ 16 കട്ട് ഓഫ് മാർക്ക് വരുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇവൾ അപ്പോയിൻറ്റഡായി. അതായത് ദൈവത്തിൻ്റെ കൂടെ ഇതുപോലെ മനുഷ്യന്മാർ വീട്ടിലുള്ളൊരു അംഗത്തെ പോലെ ദൈവസ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ട്, സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട്, സത്യസന്ധമായി ഈ ഉടമ്പടിയുടെ ഭാഗമായി ജീവിതം മുന്നേറുന്ന കാഴ്ച ഓരോ ദിവസവും കൃപാസനത്തിലെ ദൈവം എല്ലാവർക്കും വേണ്ടി കാണിക്കുന്ന സാക്ഷ്യത്തിൻ്റെ കാണിക്കലാണ്. നിങ്ങളെ സാക്ഷ്യങ്ങൾ എപ്പോഴും വായിച്ചു നോക്കണം. ഓരോരുത്തർ സാക്ഷ്യം നമുക്കറിയാം. ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ജീവിതമാണ്.
ഞാൻ ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോഴേ ഞാൻ ഓർക്കും, ദൈവമേ ഇതൊരു ജീവിതമാണല്ലോ. ഉടമ്പടി പത്രം കൈ കിട്ടുമ്പോൾ ഇവിടെ ആൾക്കാർ കൊണ്ടും തരത്തില്ലേ. അപ്പം ഞാൻ ഉടനെ ഓർക്കും, ദൈവമേ ഇതൊരു ജീവിതമാണ്. ഞാൻ മാതാവിനോട് പറയും, ഇതൊരു ജീവിതമാണ്. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം 100,000 പേരുണ്ടെങ്കിലും ഞാൻ ഓരോരുത്തരെയുമാണ് മാതാവിന് വെക്കണത്. മാതാവ് കൊണ്ട് അമ്മേ ഇതൊരു ജീവിതമാണേ, ഇത് രക്ഷപ്പെട്ട ആ കുടുംബത്തിലുള്ള ഒത്തിരി പേര് ആശ്വാസം പ്രാപിക്കും. അപ്പം നമ്മളുടെ ഓരോ ജീവിതത്തിനും ആ ജീവിതങ്ങളിലൂടെ രക്ഷപ്പെടാതിരിക്കുന്ന മറ്റുള്ള അനേകം വീട്ടിലുള്ളവർ ആശ്വാസം പ്രാപിച്ചിരിക്കാതിരിക്കുന്നവർ എല്ലാവരെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കളോട് ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാര്യം, നിങ്ങൾ പോഴംകളിക്കാർ കുറച്ചുകൂടി സീരിയസ് ആകാൻ വേണ്ടിയാണ്. കാര്യം ദൈവസ്നേഹം നിറഞ്ഞ് പരിശുദ്ധ പ്രവർത്തനമായാലും കർത്താവിനെ എൻ്റെ ചില പറയും ഇന്നലെ ഒരു സഹോദരി അയച്ചപ്പോഴാണ്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ സത്യമായിട്ടും ഉടമ്പടിക്ക് ആശീർവദിച്ച് നെഞ്ചത്തുണ്ടാകുമെന്ന്. അങ്ങനെയൊക്കെ ഈ ആൾക്കാർ പറയണമെങ്കിൽ എന്ത് ദൈവസ്നേഹം അനുഭവിച്ച് കാണവരെ, എന്ത് ദൈവസ്നേഹം അനുഭവിച്ച് കാണവരെ. അപ്പോൾ ഇത് ദൈവസ്നേഹത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കരുത്. പല ആൾക്കാർക്കും ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ ഉലക്ക പുഴുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അവളൊക്കെ ഉലക്കൊക്കെ നടുവായിട്ടിരിക്കുന്ന ദൈവം. എന്നാൽ ദൈവത്തെ പരീക്ഷിക്കാൻ വിചാരിച്ചിറങ്ങിയിരിക്കുകയാണ്. ദൈവം ആദ്യം അടയാളം കാണിക്കട്ടെ എന്നിട്ട് ഞാൻ പിന്നെ അടുത്ത പരിപാടി എൻ്റെ കലാപരിപാടി. നിൻ്റെ കലാപരിപാടി കാണിച്ചിട്ട് ദൈവത്തിന് എന്താ? നീ എന്ത് കാണിച്ചിട്ട് എന്ത് കാര്യം ദൈവത്തിന്? വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് വല്ല പ്രയോജനമുണ്ടോ? അപ്പോൾ മര്യാദയ്ക്ക് നീ മുട്ട് വഴങ്ങിയിട്ട് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ നോക്കണം. അപ്പം നിൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് ദൈവം നിന്നെ സഹായിച്ചോളൂ. അല്ലാതെ ദൈവത്തിൽ നിന്ന് ഉടമ്പടിക്ക് ഞാൻ അടയാളം കാണട്ടെ, എൻ്റെ വേദന ഒന്ന് കുറയാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ഉടുത്ത് കെട്ടി ഒരുങ്ങി ഉടമ്പടിയുടെ ഓരോ കാര്യം ചെയ്യാം. നെവർ, ഇത് വർക്ക് ചെയ്യത്തില്ല. ദൈവത്തെ പരീക്ഷിക്കാൻ വന്ന മറ്റൊരു പിശാചായിട്ട് ദൈവം നിന്നെ കാണത്തുള്ളൂ. എന്തിനാണ് ഉടമ്പടി എടുത്ത് പണി മേടിക്കണത്? അപ്പോൾ മര്യാദക്ക് പഴയ മനുഷ്യൻ ഉരിഞ്ഞു നിൽക്കണം. ചുമ്മാ ഉരിഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ ചെയ്തികളോടുകൂടി. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊളോസ്യൻസ് 3:9 പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ നിഷ്കാസനം ചെയ്യുവിൻ. അടുത്ത വചനം എന്താ? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. അപ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് എന്ന് പറയുമ്പോൾ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയാണ്. അപ്പോൾ ഈശോ ആണെന്ന് ആണ് വ്യാഖ്യാനങ്ങളുള്ളത്. പക്ഷേ സൃഷ്ടാവ് ഈശോ സൃഷ്ടിയല്ലല്ലോ. അപ്പം സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ പിന്നെ സൃഷ്ടിയായിട്ടുള്ള ആൾ അമ്മ മാത്രമാണ്. അമ്മയെക്കുറിച്ച് സെൻറ്റ് പോളിന് അറിയാൻ പാടില്ലാത്ത കൊണ്ട് റെഫർ ചെയ്തില്ലെന്നേ ഉള്ളൂ. സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ സൃഷ്ടിക്കപ്പെട്ടതാണെങ്കിൽ അത് അമ്മയാണ്. അമ്മയുടെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടണം. അമ്മയുടെ സ്നേഹം, ദൈവസ്നേഹം, അമ്മയുടെ ദൈവവിശ്വാസം, അമ്മയുടെ ശുശ്രൂഷ മനോഭാവം, അമ്മയാണ് ഈശോനെ സ്വീകരിച്ചത്, അമ്മയാണ് ഈശോനെ വളർത്തിയത്, അമ്മയാണ് ഈശോനെ ലോകത്തിന് കൊടുത്തത്, അമ്മയാണ് രക്ഷകർത്തം പൂർത്തിയാക്കാൻ വേണ്ടി കുരിശിന് ചുവട്ടിൽ നിന്ന് അപ്പയുടെ ജോലി പൂർത്തിയാക്കിയത്. എല്ലാം അമ്മയാണ്. അപ്പം നിൻ്റെ അമ്മയെ സ്വീകരിച്ചുകൊണ്ട്, അമ്മയുടെ ആധ്യാത്മികത സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരാൻ വേണ്ടി ഉടമ്പടി നിന്നെ സഹായിക്കും. ആ രീതിയിലാണ് നീ ഉടമ്പടി എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം 6:33 അനുസരിച്ച് കൊണ്ട് ചേർത്ത് നൽകും. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം മത്തായി 6:33 ചേർത്ത് നൽകും. ഉടമ്പടിയിലുള്ള എല്ലാ നിയോഗങ്ങളും ചേർത്ത് നൽകപ്പെടുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിബന്ധന എന്താണ്? സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുക എന്നുള്ളത്. ശ്രുതിയുടെ ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. ഒരു കൈ നെഞ്ചത്തും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിലും വെക്കുക. ഈ നിമിഷം ഞാൻ സുഖപ്പെടും. കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ എന്നെ സുഖപ്പെടുത്തും. ഇന്ന് ഓൺലൈനിലുള്ളവരും മനസ്സിൽ വിചാരിക്കുക, രക്തസ്രാവക്കാരി രോഗി അവൻ്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊട്ടാൽ താൻ സുഖപ്പെടുമെന്ന് ഉള്ളിൽ വിചാരിച്ചിരുന്നു. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ അടിസ്ഥാന യോഗ്യത ഉള്ളിൽ വിചാരിപ്പാൻ. ഞാനിപ്പോൾ സുഖപ്പെടും എന്ന് ഉള്ളിൽ വിചാരിക്കണം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ശ്രുതികടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത, കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന് വലതുകരം ആണിപ്പെടുതാർന്ന് അത്ഭുതകരം അടിപ്പിടർ പോലെ വൈദാഖാലം പോലെ ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ പ്രസരിക്കട്ടെ. മാരക രോഗങ്ങള് തീരാവേദികള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുവേ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, വരേണമേ, എന്നിൽ നിറയണമേ, വരേണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ മക്കളെ, കൈകളെടുക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ സന്തോഷത്തിൽ നിൽക്കുക. എൻ്റെ പ്രിയ മകനെ, പ്രിയ മകളെ, കർത്താവാണ് നിന്നെ കൊണ്ടുവന്ന് നീ ഓർക്കണം. ഈ അൾത്താരയിലിൻ്റെ വാതിക്കൽ നീ നിൽക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ആശ്വാസം പ്രാപിച്ച ദൈവം അവരെ നേരിട്ട് സ്പർശിച്ച സ്ഥലത്താണ് ദൈവം നിന്നെയും കൊണ്ടുവന്നിരിക്കുന്നത്. നിൻ്റെ ജോലി, വീട്, വിവാഹം, വഴി, വെള്ളം, വെളിച്ചം, നിൻ്റെ വിസ, നിൻ്റെ നാട്ടിലെ ജോലി, സാമ്പത്തിക തടസ്സങ്ങൾ, ജപ്തി നടപടികൾ, ശരീര അസുഖങ്ങൾ, സ്ഥലം വിൽക്കാനുള്ളവർ, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും നിന്റെ യാത്രകൾ, ഈ ആഴ്ചയിലുള്ള ഈ മാസത്തിലുള്ള യാത്രകൾ, വന്ന തടസ്സങ്ങൾ, നിൻ്റെ കേസുകൾ, കോടതി കേസുകൾ, നിന്റെ തകർന്ന കുടുംബങ്ങൾ, മക്കളില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അൾത്താരെ വന്ന് സാക്ഷ്യം പറയാൻ, നാമത്തെ മഹത്വപ്പെടുത്താൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ, ഉന്നതമായ നാമത്തെ സ്വന്തം ചെയ്ത് കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയാൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, ജീവിത സങ്കടങ്ങളുടെ കാരണങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലൂടെ